के मार्ग में आए। हम सच्चाई के पीछे चलना सीखे, हम झूठ के पीछे हम कभी ना चले। जो हमको जीवन नहीं दे सकता उसके पीछे हमको जाने का जरूरत नहीं है। Praise the Lord. ഞാൻ ഏത് മാർഗത്തിൽ കൂടെ പോയാലും അതെനിക്ക് ജീവൻ തരാൻ കഴിയുന്നതല്ലെങ്കിൽ ഞാൻ അതിന് പുറകെ പോകുന്നത് ദോഷത്വമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ മാർഗം വിട്ടു, യേശുക്രിസ്തു മാർഗം തിരഞ്ഞെടുത്തു. അത് ഇന്ന് രാത്രികാലം ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह ने हम लोग को किसी का धर्म परिवर्तन करने के लिए नहीं बुलाया है हमको। പ്രൈസ് ദി ലോർഡ്. ഒരു ധർമ്മ പരിവർത്തനം ചെയ്യുന്നതിന് ഒരു ജാതിയിൽ നിന്നൊരു പരിവർത്തനം വരുത്തുവാൻ വേണ്ടി അല്ല യേശു ലോകത്തിലേക്ക് വന്നത്. यीशु मसीह ने लोगों का जीवन को बदला है, धर्म को नहीं बदला। പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു തന്റെ ജീവിതം മാറ്റാനാണ് വന്നത്, ധർമ്മം മാറ്റാൻ വേണ്ടിയല്ല. എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിയാക്കുവാനോ മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യാനിയാക്കുവാനോ സിഖിൽ നിന്ന് ക്രിസ്ത്യാനിയാക്കുവാനോ അല്ല. അവന്റെ ജീവിതത്തിന് ഒരു പ്രത്യാശ വരുവാൻ, അവന്റെ ജീവിതത്തിന് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. तो इसलिए प्रिय भाइयों, प्यारी बहनों, आप सब लोग यीशु मसीह के नाम पे विश्वास करें। आप लोग ये ना सोचे कि मैं यीशु को विश्वास करने से मैं क्रिश्चियन बन जाऊंगा। ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇത് ഒരു മതത്തിന്റെ മാർഗമല്ല, ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മതം മാറുവാൻ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളുടെ ജാതിയോ മതമോ ഇതൊന്നുമല്ല. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ യേശുവിന്റെ മാർഗം എന്ന് പറയുന്നത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിടുതലിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അല്ലെങ്കിൽ ഒരു മാർഗമാണ്. അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ്, സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ളതായ ഒരു മാർഗമാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഉദ്ഘോഷിക്കുന്നത്. इसलिए आज की रात आप ये डिसीजन लीजिए कि मुझे यीशु के नाम पे विश्वास करना है कि नहीं करना है, क्योंकि चुनाव आपके हाथ में है। ആദ്യം ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വേണോ വേണ്ടായോ? ये यीशु का आदेश है, ये यीशु ने हमको आदेश दिया है, हम उसका आज्ञा पालन यानी करते हैं कि सब लोगों को जाके तुम मेरा सुसमाचार सुनाओ। പ്രൈസ് ദി ലോർഡ്. അതായത് യേശുക്രിസ്തുവിന്റെ ഒടുവിലത്തെ കൽപ്പനയാണ്, നിങ്ങള് ലോകമൊക്കെയും പോയി എന്റെ ഈ സുവിശേഷം പറഞ്ഞ് സകല ജാതികളെയും എന്റെ ശിഷ്യനാക്കിക്കൊള്ളുവീൻ എന്നുള്ള ആജ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും യേശുക്രിസ്തുവിന്റെ ആ കൽപ്പനയാണ് ഞങ്ങൾ പാലിക്കുന്നത്. അത് ഇന്ന് സന്ധ്യാസമയം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. प्रिय भाइयों, प्यारे बहनों, यीशु आपसे प्यार करता है। आज यीशु का प्यार बांटने के लिए हम आप लोग के बीच में आके हम आपको यीशु मसीह के बारे बता रहे हैं। പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച യേശു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്ന യേശു, ഞങ്ങൾക്ക് സമാധാനം തന്ന യേശു, ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തന്ന യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു. ഇതാണ് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. हमने यीशु के बारे में आप सबको बताया है। आपको विश्वास करना है नहीं करना है वो आपके हाथ में है, लेकिन हम यीशु के आदेश का पालन करते हैं। ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ അനുഭവമാണ്. ഞങ്ങൾ നിർബന്ധിച്ച് നിങ്ങളെ യേശു വിശ്വസിപ്പിക്കണം എന്നുള്ള താല്പര്യമല്ല, ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. യേശു രക്ഷയുടെ മാർഗമാണ്, യേശു സന്തോഷത്തിന്റെ മാർഗമാണ്, യേശു സമാധാനത്തിന്റെ മാർഗമാണ്, വഴിയും സത്യവും ജീവനും യേശുവാണ്. यीशु किसी का पक्षपात नहीं करता है। ദൈവത്തിൽ ഒരു പക്ഷാഭേദവുമില്ല, ഒരു മുഖപക്ഷവുമില്ല. यीशु की नजर में ब्राह्मण भी वही है, दलित भी वही है, भंगी भी वही है, हर जाति यीशु की नजर में एक है। ദൈവത്തിന്റെ സന്നിധിയില് ഒരു ജാതിക്കും ഒരു മതത്തിനും ഒരു വ്യത്യാസവും ഇല്ല. ബ്രാഹ്മണനായാലും ശൂദ്രനായാലും ഏത് ദരിദ്രനായാലും പണക്കാരനായാലും ദൈവത്തിന്റെ സന്നിധിയില് എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള കാര്യം ഈ സന്ധ്യാസമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. एक दिन आप काम करते करते बिजनेस करते करते आपका बुढ़ापा आ जाएगा, बीमारी आ जाएगी। एक दिन क्या है कि हम सबको मृत्यु में से होके जाना है। Praise the Lord. एक दिन आप सब लोग काम करते हैं, बिजनेस करते हैं, एक दिन हम सबको क्या है कि मृत्यु में से होके जाना है। Praise the Lord. നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം അധ്വാനിക്കുന്നു. ഇങ്ങനെ അധ്വാനിച്ച് ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടുപോകും.
प्रिय भाइयों, प्यारी बहनों, उस मृत्यु से बचने के लिए हमको यीशु मसीह के पास में लौट के आना है, विश्वास करना है। Praise the Lord. എന്നാൽ പറയുകയാണ് മരണത്തിൽ നിന്ന് കർത്താവ് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് പാപം മുഖാന്തരമുള്ള മരണമാണ്. ഈ പാപം മുഖാന്തരമുള്ള മരണത്തിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഇന്ന് സന്ധ്യാസമയത്ത് ഇത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. जो लोग यीशु मसीह के नाम पे विश्वास करते हैं, वो यदि मर भी जाएं, यदि वो सच्चाई के पीछे चलेंगे, तब भी उनको क्या मिलेगा? जीवन मिलेगा। Praise the Lord. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും അവന് നിത്യജീവൻ ലഭിക്കും. Praise the Lord. आज हमको जीवन पाने के लिए यीशु मसीह के पास आना है। Praise the Lord. എനിക്ക് ജീവൻ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ യേശുവിനെ ഒരിക്കൽ